I don't know Malayalam. എനിക്ക് മലയാളം അറിയില്ല. So I don't know what my dear brother has talked about me. But if he has talked something good, I remember the verse in Bible, the honor and riches come through him. I am very grateful for the organizers to call me here. എല്ലാവരോടും നന്ദി പ്രത്യേകം ഞാൻ അറിയിക്കുകയാണ്. And I am going to the parts of India with a mission. ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു ദർശനവുമായിട്ടാണ് ഞാനിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. I am going everywhere to each part of India to whoever calls me, and I am in demand because of my book. ഞാൻ എഴുതിയ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവരും എന്നെ വിളിക്കുന്നത്. അത് വളരെ പ്രാധാന്യമേറിയ ഒരു പുസ്തകം തന്നെയാണ്. And so I am here because of the thanks to Jerry Thomas, who is running a Sakshi.com. സാക്ഷി.comലെ പ്രിയപ്പെട്ട പ്രത്യേക നന്ദി പറയുന്നു. Because Jerry, I don't know, remember the years, but first time I wrote a novel in Marathi, that is Vadastamba, The Cross. ജെറി തോമസ് എന്നെ ഇപ്പോൾ ഓർക്കുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ആദ്യത്തെ എഴുതിയത് വധസ്തംഭ എന്ന് പറയുന്ന കുരിശ് എന്ന് പറയുന്ന മറാഠി നോവലാണ് എൻ്റെ ആദ്യത്തെ പുസ്തകം. And that book is between the three characters are there. One is a strong Hindu believer, one is the atheist believer, and one is the Christian believer. And that book was on the backdrop of HIV. മൂന്ന് ക്യാരക്ടേഴ്സാണ് ആ നോവലിലുള്ളത്. ഒന്ന് ഒരു ക്രിസ്ത്യൻ, ഒന്ന് ഒരു നാസ്തികൻ, വേറൊന്ന് ഒരു ഹിന്ദു. And based on that book, I was demanded by a secular magazine in Marathi. മറാഠിയിലെ സെക്യുലർ മാഗസിനാണ് അത് പ്രസിദ്ധീകരിച്ചത്. To write something about what my stand is. എൻ്റെ കാഴ്ചപ്പാടുകളെ പറ്റി ചില കാര്യങ്ങൾ എഴുതണമെന്ന് ആ മാസിക ആവശ്യപ്പെട്ടു. Then I wrote in Marathi magazine, which was quite popular. വളരെ പോപ്പുലർ ആയിട്ടുള്ള മാഗസിനായിരുന്നു. The title of the article was From Despair to Hope. നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് എന്നതായിരുന്നു അതിൻ്റെ തലക്കെട്ട്. I translated it in English and Jerry Thomas put it on the Sakshi.com. ജെറി തോമസ് അത് ഇംഗ്ലീഷിലേക്ക് ആക്കിയത് ഓൺലൈനിൽ ആക്കുകയാണ് ചെയ്തത്. That is first of my testimony in the web media. ഇങ്ങനെയാണ് മീഡിയയിൽ ആദ്യമായിട്ട് എൻ്റെ അനുഭവവും സാക്ഷ്യവും വന്നത്. And we are connected as brothers for so many years. പല വർഷങ്ങളായിട്ട് സഹോദരന്മാരെന്ന നിലയിൽ ഞങ്ങൾക്ക് ബന്ധമുണ്ട്. So coming back to today's session, my subject which Jerry talked with me is about marketization of healthcare in India. ഈ ആരോഗ്യരംഗത്തെ കമ്പോളവത്കരണം എന്നതാണ് ഇന്നത്തെ എൻ്റെ വിഷയം. Actually, I give lectures on this subject to various parts of India, but for the first time, I am addressing a co-believers crowd. ഈ വിഷയം ഞാൻ പല പ്രാവശ്യം പല വേദികളിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഒരു വിശ്വാസ സമൂഹമധ്യേ ഞാൻ അവതരിപ്പിക്കുന്നത്. And it gives me a liberating opportunity to actually bring in the morals and Christ in my presentation. നമ്മൾ സ്ഥാപിച്ച നമ്മൾ തുടർന്നു പോകുന്ന ആ ധാർമ്മികതയെ ഒന്നുകൂടെ ഏറ്റുപറയുവാൻ ഇതൊരു അവസരമായി ഞാൻ കരുതുകയാണ്. So wherever I go with a disclaimer because people should know my bias. വാസ്തവത്തിൽ ഒരു ഡിസ്ക്ലെയിമർ ഞാൻ പറയും, കാരണം എനിക്ക് വ്യക്തമായ കാഴ്ചപ്പാട് ഇതിനോട് ഉണ്ട്. അതുകൊണ്ട് എന്നെ ആളുകൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. Unlike other secular group, I will more concentrate on my journey to Christ through this my hospital. എൻ്റെ ഈ ആശുപത്രി മുഖാന്തരം ഞാൻ എങ്ങനെ ക്രിസ്തുവിലേക്ക് വന്നു, എങ്ങനെ ക്രിസ്തീയ സാക്ഷി എനിക്ക് അവിടെ നിലനിർത്താൻ കഴിഞ്ഞു, ആ കാര്യം ഒന്ന് ആദ്യമായിട്ട് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. I took a very extraordinary step as a doctor out of idealism. ആദർശവാദി എന്നുള്ള നിലയിൽ ഒരു വലിയ വിഷമത്തിൽ കൂടെ ഞാൻ കടന്നു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. I was influenced by social activist Baba Amte. ബാബ ആംതെ ആയിരുന്നു എൻ്റെ ഹീറോ. I was born in atheist family. ഞാൻ ഒരു നാസ്തിക കുടുംബത്തിലാണ് ജനിച്ചത്. My religion was atheism. നാസ്തികത്വമായിരുന്നു എൻ്റെ മതമെന്ന് പറയുന്നത്. So I went out of romantic idealism based on humanitarian grounds. മനുഷ്യവാദി അല്ലെങ്കിൽ മാനുഷികത്വം, മാനവികത എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഞാൻ ദൈവത്തെ അകറ്റി നിർത്തിയിരുന്നു. I and my anesthetist wife decided to go into that place where there is no doctor. അങ്ങനെ അതുകൊണ്ട്
ആ ഒരു ഡോക്ടറും ചെല്ലാത്ത സ്ഥലത്ത് പോയി മനുഷ്യനെ സേവിക്കണമെന്നുള്ള ത്വരയിലാണ് ഞാൻ എൻ്റെ ശുശ്രൂഷ ആരോഗ്യ രംഗത്ത് ആരംഭിച്ചത്. Dr. Paul Brand is a Christian missionary doctor. ഡോക്ടർ പോൾ ബ്രാൻഡ് ക്രിസ്ത്യൻ മിഷണറി വെല്ലൂരുണ്ടായിരുന്നു, നമുക്കറിയാവുന്നതാണ്. Vellore. He has given a very good quote. അദ്ദേഹം ഒരു ഉദ്ധരണി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. He says that those who do not step out of their comfort zone will never require God. നമ്മുടെ സന്തോഷ സൗകര്യങ്ങളിൽ നിന്ന് അകലുവാൻ വെളിയിൽ വന്ന് ശുശ്രൂഷിക്കാൻ തയ്യാറാകാത്തവർ പരാജിതരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. That was true for me. അത് വളരെ സത്യമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. But because I took the step outside the comfort zone, I was a postgraduate gynecologist from Grand Medical College. ഞാൻ ഗ്രാൻഡ് മെഡിക്കൽ കോളേജിൽ നിന്ന് പാസ്സായ ഒരു ഗൈനക്കോളജിസ്റ്റാണ്. എന്നാൽ എൻ്റെ സുഖലോപലതയ്ക്ക് അപ്പുറത്തേക്ക് എൻ്റെ ആതുര ശുശ്രൂഷയെ തുടരുവാൻ ഞാൻ ആഗ്രഹിച്ചു. Like all other my friends, I would have settled in the big cities and would not have crossed really my comfort zone. വാസ്തവത്തിൽ പട്ടണം വിട്ട് ബോംബെ നഗരം വിട്ട് വെളിയിൽ പോകാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. But I did cross my comfort zone. എന്നാൽ ആ കംഫർട്ട് സോൺ ഞാൻ വിടുകയാണ് ചെയ്തത്. Out of humanitarian ground. മനുഷ്യനെ സേവിക്കുമെന്നുള്ള ആഗ്രഹത്തിൽ. And tried to go in the area to serve poor. സാധാരണക്കാരായ ദരിദ്രരെ സേവനം നൽകുവാൻ വേണ്ടി. First I went to the tribal area, Kinwat. ഒരു ഗോത്ര വർഗ ആദിവാസികളുടെ ഇടയിലേക്ക് ആദ്യം പോയി. I took loan of 1 lakh rupees at that in 1984. 1984 1 ലക്ഷം രൂപ ഞാൻ ലോൺ എടുത്തു. That was 19% of interest rate. 19% interest rate. 19% ഇൻട്രസ്റ്റിൽ. The interest rate was same for the person who is starting in Kochi or Bombay and who is in the tribal area. കൊച്ചിയിലും ബോംബെയിലും ആദിവാസികളുടെ ഇടയിലും എവിടെ എടുത്താലും പലിശ ഒന്ന് തന്നെയാണ്. But that area was not having 200 kilometers distance, no gynecologist was there. 200 മൈൽ ചുറ്റളവിൽ ഒരൊറ്റ ഗൈനക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നില്ല അവിടെ. There I charged 3 rupees consultancy, 100 rupees for delivery and 300 rupees for cesarean. ഞാൻ 3 രൂപ കൺസൾട്ടൻസി, 100 രൂപ ഡെലിവറി, 300 രൂപ സർജറി, അങ്ങനെയായിരുന്നു. No chartered accountant was required to declare that my business will go into bust. വാസ്തവത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, ഈ ചാർജ് ചെയ്താൽ എവിടെ ബിസിനസ് അമ്പേ പരാജയം. I came back and resettled in again a small town where the next gynecologist was 70 kilometers away. വേറൊരു പട്ടണത്തേക്ക് തിരിച്ചു വന്നു. ഏറ്റവും അടുത്ത ഒരു ഗൈനക്കോളജിസ്റ്റ് ഉള്ളത് 70 മൈൽ അകലെയാണ്. അവിടെ ഞാൻ പ്രാക്ടീസ് ആരംഭിച്ചു. But between the two junctions, I met a third junction. ഞാൻ മൂന്നാമത്തെ ജംഗ്ഷനിലായിട്ട് വന്നു. അങ്ങനെ and that junction was Alibag Believers Assembly House Church. അങ്ങനെയാണ് ഒടുവിൽ അലിബാഗിൽ ഞാൻ വന്നെത്തി. അവിടെ ഒരു ഹൗസ് ചർച്ച് ഉണ്ടായിരുന്നു, ഡോക്ടർ ജോർജ് ആൻഡ് റോയ് മത്തായി. And I started with the example of Dr. George Mathai, Dr. Roy Mathai, and basically the house church. I was tempted to think Christ as an alternative to humanitarian. ഞാൻ വീട്ടിലെ സഭയിൽ പോയി ആ പ്രിയപ്പെട്ടവരുമായിട്ട് സഹവസിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ സ്നേഹവും സേവനവും ഞാൻ അവിടെ കണ്ടു. അങ്ങനെ ഞാൻ യേശുവിലേക്ക് I was making fun of miracle. മിറക്കിൾ എന്ന് പറയുന്ന അത്ഭുതത്തിനെ പറ്റി ഞാൻ പരിഹസിച്ചു. God showed me miracle because in one of my, I will not tell you the long story, but the short is the blood transfusion. I gave a mismatched transfusion to one of my patients. And the patient survived. എന്നാൽ ഒരു അത്ഭുതത്തിൽ വിശ്വസിക്കാതെ എനിക്ക് ദൈവം എന്നെ തന്നെ അത്ഭുതം കാണിച്ച് പഠിപ്പിച്ചു. മിസ്മാച്ചിൽ ഞാൻ ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നൽകി രോഗി മരിക്കേണ്ടതായിരുന്നു. എന്നാൽ ദൈവം അത്ഭുതമായിട്ട് വിടുവിച്ചു. In a way, my turning to the Christ is linked to the commercialization and marketization of healthcare. എന്നാൽ ശ്രദ്ധിക്കുക, എൻ്റെ കർത്താവിങ്കിലേക്കുള്ള വരവെന്ന് പറയുന്നത് ആരോഗ്യ രംഗത്തെ കമ്പോളവൽക്കരണ പ്രവണതയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. Because everything got degenerated around me, there was a loss of faith of the patients in me. വാസ്തവത്തിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്നാൽ അതിൻ്റെയൊക്കെ മധ്യത്തിൽ ഈ എൻ്റെ രോഗികൾ ധാരാളം എന്നിൽ അവരെ ആശ്രയിക്കുകയും എന്നെ വിശ്വസിക്കുകയും ചെയ്തു. This is my picture, a small memory down the memory lane where I was operating in the operation theatre. ഇവിടെയാണ് അൽസംഗാവ് എന്ന് പറഞ്ഞ മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമമാണ് താൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. But this I was getting shaken up. It took 10 years to 15 years of study and experience from the people, and I realized that if you give everything, humanitarian is based on the principle that man is basically good.
മനുഷ്യൻ അടിസ്ഥാനപരമായി നല്ലവനാണെന്നുള്ള ബോധ്യം എന്നെ സ്വാധീനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ലത് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തു. I was having that humanitarian base. അങ്ങനെ മാനുഷികമായ പരിഗണന എൻ്റെ തൊഴിലിൽ വളരെ വ്യാപകമായിരുന്നു. But I realized that man is not good. എന്നാൽ അവസാനം എനിക്ക് മനസ്സിലായി മനുഷ്യൻ അത്ര നല്ലതൊന്നുമല്ല, including myself. ഞാൻ ഉൾപ്പെടെ. But then because there was so much of what can I say, that the people I served there for 20 years. ഞാൻ 20 വർഷം ശുശ്രൂഷ ചെയ്ത ആ രോഗികൾ with only 6,500 rupees for cesarean, 1,000 rupees for Caesar, 70 rupees for consultancy and no charges for sonography. വളരെ ചുരുക്കത്തിൽ അല്പമായ മാത്രം ഞാൻ വേതനം പറ്റിക്കൊണ്ടാണ് ആ ശുശ്രൂഷ ചെയ്തത്. But still even the people were tempted by the commercial doctors. എന്നാൽ മറ്റ് കമ്പോളവൽക്കരണത്തിന് അധീനരായിരിക്കുന്ന ഡോക്ടർമാർ ആ സാധാരണക്കാരെ ഉപയോഗിച്ച് എനിക്കെതിരായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. That shaken me to the core. അതെന്നെ വളരെ ഉലത്തി. I was stunned. How can a person get tempted by so much of a commercial and greedy doctor when she has already sought my advice? ഈ ആരോഗ്യരംഗത്ത് ഇത്ര വലിയ ചൂഷണം നടക്കുന്ന രംഗത്ത് ഞാൻ എങ്ങനെ അതിജീവിക്കാൻ കഴിയുമെന്നുള്ളത് ഒരു സംശയമായി തന്നെ എൻ്റെ ജീവിതത്തിൽ വന്നു. And believe me, this is the universal experience of all conscientious doctors. ഈ ലോകത്തിലെ യഥാർത്ഥമായ നല്ല ഡോക്ടേഴ്സിനെ ഒക്കെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം ഇതാണ്. People just don't listen to the sound advice. വാസ്തവത്തിൽ ശരിയായ ഉപദേശത്തിന് ചെവി കൊടുക്കാൻ ഇന്ന് പലരും തയ്യാറല്ല. If I say that hysterectomy is not needed, the patient will go to the next gynecologist and got the uterus out. ഹിസ്റ്ററക്ടമിയുടെ ആവശ്യമില്ല എന്ന് ഞാനൊരു പേഷ്യന്റിനോട് പറഞ്ഞാൽ അതും വിശ്വസിക്കാതെ വേറെ ഡോക്ടറെ അടുത്തേക്ക് പോവുകയാണ്. So the system overall was so suffocating with monopolized by commercial doctors. ശ്രദ്ധിക്കുക, ഈ ഇതുമാതിരിയുള്ള അധാർമികയിൽ കഴിയുന്ന ഡോക്ടർമാരുടെ മുഖാന്തരം ഈ സിസ്റ്റം മൊത്തം ഒരു തകരാറിലേക്ക് മാറി. And now the situation is so degenerated that the number of the conscientious rational doctors are on the hand fingers. ഈ ആരോഗ്യരംഗം ഇന്ന് ഇത്ര അധപ്പതിച്ചു. നിർഭാഗ്യവശാൽ വിശുദ്ധരായ ബിഷക്കരന്മാരെയും ഡോക്ടേഴ്സിനെ കിട്ടുവാൻ വളരെ പ്രയാസമാണ്. And the result is increasing violence against doctors. അതുകൊണ്ട് ഡോക്ടേഴ്സിനെതിരായിട്ട് ഉള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. And this is one of the picture of the violence against doctor. Against you picture. ഇതൊരു ഡോക്ടർക്ക് എതിരായിട്ട് ജനം ചിത്രമാണ്. But after 20 years of ethical practice, I was attacked by the mob. വാസ്തവത്തിൽ ധാർമ്മികതയുടെ എല്ലാം അടിസ്ഥാനത്തിലും ഞാൻ വിശ്വസ്തനാണ്, സത്യവാനായ ഒരു ഡോക്ടറായി 20 വർഷം സേവനം അനുഷ്ഠിച്ചുവെങ്കിലും I was always tempted by the people because I had a sonography machine. Every day I used to refuse the person who has come with 5,000 rupees in the hand for the detection of the sex and female feticide. വാസ്തവത്തിൽ female feticide every day I was tempted. ഭ്രൂണഹത്യ എന്നുള്ളത് വളരെ വലിയൊരു പ്രശ്നമാണ്. ഞാൻ അതിന് തയ്യാറല്ല, എന്നാൽ അതിനെല്ലാം അപ്പുറം തയ്യാറായവർ ധാരാളം. And that temptation was too pressing that on humanitarian ground I would not have sustained the pressure. ഈ രൂപയും കൈവച്ചുകൊണ്ട് ഭ്രൂണഹത്യ ചെയ്യുവാൻ എൻ്റെ കാലിൽ വരുന്ന ധാരാളം പേഷ്യൻസ് ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ, എൻ്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാനത് നിരസിക്കുകയാണ് ചെയ്തത്. Because I got by the time the rock of Christ to stand, I could sustain the pressure. എന്നാൽ ക്രിസ്തുവിന്റെ സ്നേഹത്താൽ ശക്തിയാൽ അതിനെതിരായിട്ട് നിൽക്കുവാനുള്ള ശക്തി ദൈവം എനിക്ക് തന്നുകൊണ്ടിരുന്നു. But because of this growing violence, I left Lasalgaon. എന്നാൽ ലാസൽഗാവില് പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ, ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ ലാസൽഗാവ് വിട്ടു. This is a quote from Alexander Solzhenitsyn. If we keep silence about evil, actually we are ripping the foundation of justice from beneath the new generation. Alexander Solzhenitsyn പറഞ്ഞു, he says ripping the foundations of justice from beneath new generations. വാസ്തവത്തിൽ ദുഷ്ടതയ്ക്കെതിരായിട്ട് നാം സംസാരിച്ചില്ലെന്നുണ്ടെങ്കിൽ അനീതി വർദ്ധിക്കും എന്നാണ് സോൾജനിറ്റ്സൺ പറഞ്ഞത്. Alexander Solzhenitsyn is that brave person whose famous statement is about the condition of the Russia. He faced Gulag, isolation for 20 years in Gulag. 20 വർഷം ഏകാന്ത തടവിൽ കഴിഞ്ഞ സോൾജനിറ്റ്സിന്റെ അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞത്, വഷളത്വത്തിനും അനാചാരത്തിനും എതിരായിട്ട് സംസാരിക്കണം, അല്ലെങ്കിൽ അത് അനീതിയാണെന്ന്. He also saw the America. അമേരിക്കയും താൻ കണ്ടു. And his famous statement is
that we have landed into situation because we have forgotten God. വാസ്തവത്തിൽ അമേരിക്കയെ നോക്കി താൻ പറഞ്ഞു, നാം ഈ സാഹചര്യത്തിലേക്ക് വരുന്നതിൻ്റെ കാരണം നിങ്ങൾ ദൈവത്തെ മറന്നു എന്നതുകൊണ്ടാണ്. So I took up the challenge to fight the evil in medical ethics. അതുകൊണ്ട് ആരോഗ്യരംഗത്ത് വൈദ്യ മേഖലയിൽ ഉണ്ടാകുന്ന വഷളത്വത്തെയും അധപ്പതനത്തെയും വെല്ലുവിളിക്കുവാൻ ഞാൻ തീരുമാനിച്ചു. This is the picture of my book, Dissenting Diagnosis. ഡയഗ്നോസിസ് എന്താണ് എന്ന് പറഞ്ഞ വളരെ പ്രശസ്തമായ തന്റെ പുസ്തകമാണ്. It is available on Amazon.com. Yeah. And basically I took interviews of 78 doctors across India. ഇന്ത്യയിലെ 78 ഡോക്ടർമാരെ ഞാൻ ഇന്റർവ്യൂ ചെയ്തു. And I unearthed, I made into public light what the degeneration in private healthcare sector in India. ഹെൽത്ത് കെയർ സെക്ടറിൽ ഉണ്ടായിരിക്കുന്ന വളരെ രൂക്ഷമായ അധപ്പതനം, കാതലായ അതിനെപ്പറ്റി ഞാൻ ഇന്റർവ്യൂ നടത്തി ഞാൻ പ്രസന്റേഷൻ ചെയ്യുകയാണ് ചെയ്തത്. Now the ground reality is profit and greed is 80% ruling the medical market. ഈ മെഡിക്കൽ മാർക്കറ്റിംഗിൽ ആകപ്പാടെ മനുഷ്യന്റെ അത്യാഗ്രഹമാണ് അവനെ നയിക്കുന്നത്. The social logic is 20%. ഈ വാസ്തവത്തിൽ സാമുദായികമായ പരിഗണന എന്ന് പറയുന്നത് 20% മാത്രമേ ഉള്ളൂ. But this is the slide for the secular people. ഇതാണ് സെക്യുലർ രംഗത്ത് നാം കാണുന്നത്. But basically we are facing a huge moral degeneration. എന്നാൽ ആകമാനം ഈ രംഗത്ത് ഒരു അധാർമികതയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. Doctors have become greedy and greedy and greedy. അത്യാഗ്രഹം, പണം പണം പണം, അത് മാത്രമാണ് താല്പര്യം. And that has become an ugly monster. വാസ്തവത്തിൽ അതൊരു അഗ്ലി മോൺസ്റ്റർ ആയിട്ട് മാറുകയാണ്. The system is such that doctors have become puppets. വാസ്തവത്തിൽ നിർഭാഗ്യം ഈ സിസ്റ്റത്തിൽ ഡോക്ടേഴ്സ് വെറും പാവകളായി മാറുകയാണ്. Private medical education, the radiologist is good for 4 crores. റേഡിയോളജിസ്റ്റ് പോസ്റ്റ് ഗ്രാജുവേഷന് 4 കോടിയാ കൈക്കൂലി കൊടുക്കേണ്ടത്. And if I spend 4 crore rupees to become a radiologist, ഒരു റേഡിയോളജിസ്റ്റ് ആയിട്ട് ഞാൻ ജോലി ചെയ്ത് 4 കോടി ഉണ്ടാക്കണമെങ്കിൽ എങ്ങാണ് സ്ഥിതി? How would you expect ethical practice from me? അങ്ങനെയെങ്കിൽ ഒരു എത്തിക്കൽ പ്രാക്ടീസ് എനിക്ക് ചെയ്യുവാൻ കഴിയുമോ? Similar thing is pharma industry. Pharma industry, അതെ, മെഡിക്കൽ കമ്പനികളുടെ ഔഷധ വ്യാപാര രംഗത്തും അത് തന്നെ. It's a huge impact on medical practice. മെഡിക്കൽ പ്രാക്ടീസിനെ വാസ്തവത്തിൽ നിയന്ത്രിക്കുന്നത് മെഡിക്കൽ ഔഷധ വ്യാപാരികളാണ്. Now there is a vaccination industry, insurance industry, so everybody is making doctor a puppet. വേറൊന്ന് ഇൻഷുറൻസ് കമ്പനികളാണ്. അവരെല്ലാവരും കൂടെ ചേർന്ന് ഡോക്ടർമാരെ പാവകളാക്കി മാറ്റിയ ഒരു ദുസ്ഥിതിയാണ് നമുക്ക് ചുറ്റും കാണുവാൻ കഴിയുന്നത്. On the other hand, in last 30 years, public healthcare system has been demolished. മറ്റൊരു ഭാഗത്ത് പബ്ലിക് ഹെൽത്ത് സിസ്റ്റം അമ്പെ പരാജയപ്പെടുന്നു. And I put the blame squarely on all of us. നാമൊക്കെയാണ് അതിന് കാരണക്കാർ. How many of us go to the public health system? വാസ്തവത്തിൽ നമ്മൾ പബ്ലിക് ഹോസ്പിറ്റലിൽ പോകാറുണ്ടോ? When I was a child, I used to go to the public health. ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് പോയിക്കൊണ്ടിരുന്നത്. God has given so much money to us. ദൈവം നമുക്ക് ഒത്തിരി പണം തന്നിട്ടുണ്ട്. That we are much tempted by the mall culture. വാസ്തവത്തിൽ വേറൊരു കൾച്ചറാണ് നമ്മെ സ്വാധീനം ചെയ്യുന്നത്. Hospitals have become mall. ഹോസ്പിറ്റലുകൾ മോളുകളായിട്ട് മാറുകയാണ്, വലിയ വലിയ സെന്ററുകൾ. And we always believe that more we pay, more good quality health care we will get. കൂടുതൽ പൈസ ഡോക്ടർമാർക്ക് കൊടുത്താൽ, കൂടുതൽ ആശുപത്രിക്ക് കൊടുത്താൽ നല്ല സേവനം കിട്ടുമെന്നൊരു തെറ്റായ ധാരണ നമ്മുടെ മധ്യത്തിലുണ്ട്. And I agree in a way that public health system is systematically killed. നിർഭാഗ്യവശാൽ അങ്ങനെ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളും ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങളും എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്, തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. You know the Gorakhpur case where 325 children died just because the oxygen supply was stopped. നിങ്ങൾക്കറിയാമല്ലോ, ഗോരഖ്പൂരിൽ 325 കുട്ടികൾ ഓക്സിജൻ ലഭിക്കാതെ മരിച്ച ആ വിഷമം. But this is not only Gorakhpur. Everywhere, including Nashik in Maharashtra, everywhere public health care system is deteriorating except in Kerala and Tamil Nadu. ഗോരഖ്പൂരിൽ മാത്രമല്ല, നാസിക്കിലും മഹാരാഷ്ട്രയിലും ഇങ്ങനെ സംഭവിക്കുന്നു. എന്നാൽ കേരളവും തമിഴ്നാടും അതിന് അല്പമായ അപവാദമാണ്. Slightly better public health system is there in Tamil Nadu and Kerala. കേരളത്തിലും തമിഴ്നാട്ടിലും അല്പമായ വ്യത്യസ്തമായ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം ഉണ്ട്. And when I will give few quotations from Dissenting Diagnosis. ഞാൻ എഴുതിയ പുസ്തകത്തിൽ നിന്ന് 2 ഉദ്ധരണികൾ പറയട്ടെ. It's only for profit. It's only for profit. Every week I come across 2 to 3 elderly people who actually just need spectacles but have been told to get operated for cataract.
വാസ്തവത്തിൽ എല്ലാ ആഴ്ചയിലും എനിക്ക് 2-3 പേരെ കാണാൻ കഴിയും. വെറും ഒരു കണ്ണടയുടെ സ്ഥാനത്ത് കണ്ണ് ഓപ്പറേറ്റ് ചെയ്യുന്ന ദുസ്ഥിതി. My neighbor in my society has faced this. വാസ്തവത്തിൽ ഈ ചെറിയ എൻ്റെ അയൽക്കാരിൽ നിന്നാണ്. I asked him to have a second opinion, and my ethical ophthalmologist told him that you don't have cataract. ആ മനുഷ്യനോട് പറഞ്ഞു, അയ്യോ നിങ്ങൾക്ക് കാറ്ററാക്ട് എന്ന് തിമിരമൊന്നുമേ ഇല്ല, ഇതൊരു കളിയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ രക്ഷിച്ചു. So beware of the doctors. ശ്രദ്ധിക്കുക, ഡോക്ടർമാരെ എല്ലാം ഒന്നും ശരിയൊന്നുമല്ല. And the mall culture, and if you have insurance, അതിൽ മോൾ കൾച്ചറും ഇൻഷുറൻസ് കൾച്ചറും നിങ്ങളെ ചൂഷണം ചെയ്യുകയാണ്. if you have insurance, you will not bother to go for second opinion. ഇൻഷുറൻസ് ലഭിക്കുന്നതുകൊണ്ട് സെക്കൻഡ് ഒപ്പീനിയൻ നിങ്ങൾ പോകത്തുമില്ല. You will blindly follow the trap. അന്ധമായി നിങ്ങളെ ഈ ചുരുട്ടിലേക്ക് ഡോക്ടർമാർ നിങ്ങളെ നയിക്കുകയാണ് ചെയ്യുന്നത്. At least for chronic diseases and planned operation, be wise. ദയവായിട്ട് എനിക്ക് പറയുവാനുള്ളത്, ക്രോണിക് ആയിട്ടുള്ള നിങ്ങളുടെ ഏതെങ്കിലും രോഗം വളരെ ബുദ്ധിയോടെ കൈകാര്യം ചെയ്യണം. 1-2 ഒപ്പീനിയൻസ് നിങ്ങൾ നേടണം. I know one case. എനിക്കൊരു കേസ് അറിയാം. Where one of my friend's daughter-in-law, സ്നേഹിതന്റെ മരുമകൾ, she was carrying and 8 months pregnant. പ്രഗ്നന്റ് ആയിരുന്നു, 8 മാസം. 8 months pregnant. Yeah, 8 months, yes. She told me on phone. I was in Delhi. She was in Pune. പൂനെയിലേക്ക് പോയെന്ന് പറഞ്ഞു. ഡൽഹിയിൽ നിന്ന് എനിക്ക് That doctor has given a sonography report and asked her urgently to get admitted. Doctor has come out with the sonography and asked her to admit at emergency. ഡൽഹിയിലെ ഡോക്ടർ സോണോഗ്രാഫി എടുത്തു പറഞ്ഞു, അപ്പോഴേ തന്നെ ആശുപത്രിയിൽ കയറണമെന്ന് പറഞ്ഞു. The tightening of us, the operation, it has to tighten her outfit of the uterus. യൂട്രസിനെ ചില ക്രമീകരണങ്ങൾ ചെയ്യാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. I told from the history that you are not suffering for anything. You get a second opinion, and that doctor says that this sonography report is forged. പെൺകുട്ടിയുടെ സാക്ഷ്യം എനിക്ക് മനസ്സിലായി, അതിൻ്റെ യാതൊരു ആവശ്യമില്ല, നീ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ മാത്രമല്ല, ആ സോണോഗ്രാഫി റിപ്പോർട്ട് ഫോർജ് ചെയ്തതാണ്, ഫേക്ക് ആയിരുന്നു. And she did not get admitted anywhere, and she delivered normal child. ഒരിടത്തും അഡ്മിറ്റ് ചെയ്തില്ല, ഒരു നോർമൽ ചൈൽഡിനെ പ്രസവിക്കുകയുണ്ടായി. So we have all become commodities in the greedy eyes of the private healthcare sector. അത്യാഗ്രഹികളായ ഡോക്ടറുടെ മുമ്പാകെ നാം ഒരു വെറും വിൽപ്പനച്ചരക്കായിട്ട് മാറിയിരിക്കുകയാണ്. Now this is a collusion with pharma industry. Collusion with pharma industry. ഫാർമ ഇൻഡസ്ട്രിയുമായിട്ട്, മെഡിക്കൽ കമ്പനികളുമായിട്ട് ഒരു നെക്സസ്, ഒരു ബന്ധം. Dr. Sanjeev Mukhopadhyay is from a gynecologist from Kolkata. കൽക്കത്തയിലെ ഡോക്ടർ സഞ്ജീവ് മുഖോപാധ്യായ ഗൈനക്കോളജിസ്റ്റ്. He said in the conference of gynecologists, National Conference of Gynecologists, to all the gynecologists, that those who have not taken sponsorship of pharmaceutical company, ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ ഗൈനക്കോളജിലെ ഒരു കോൺഫറൻസിൽ ഇദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞു, ഫാർമാസ്യൂട്ടിക്കൽ കമ്പനിയുടെ വേതനമായിരിക്കുന്ന ഫോറിൻ ട്രിപ്പുകൾ, എക്സ്കർഷൻസ് സ്വീകരിക്കത്തെ ആരെങ്കിലും ഉണ്ടോ എന്ന് താൻ ചോദിച്ചു. Not a single hand was raised. ഒരൊറ്റ ഡോക്ടർ പോലും, ഒരൊറ്റ ഗൈനക്കോളജിസ്റ്റ് പോലും അതുപോലെ കൈക്കൂലി വാങ്ങിക്കാത്ത, സേവനം വാങ്ങാത്ത ഒരൊറ്റ ഡോക്ടർ പോലും ഉണ്ടായിരുന്നു. Then invited that why don't you wear the tie of the pharmaceutical company? അദ്ദേഹം ഡോക്ടർ പറഞ്ഞു, അങ്ങനെയാണ് ഈ ഫാർമാസ്യൂട്ടിക്കൽ എങ്ങനെയാണ് ടാഗ് കൂടെ ഉപയോഗിക്കുന്നത്, അതെങ്കിൽ റിപ്പോർട്ട് അത് പ്രൊമോട്ട് ചെയ്യാൻ പറഞ്ഞു. Our NGO, ഈ ഡോക്ടറുടെ ഒരു NGO ഉണ്ട്, has conducted a nationwide survey of pharmaceutical practices. ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുമായിട്ടുള്ള ആ ബന്ധമുണ്ടല്ലോ, അതിനെപ്പറ്റി ഒരു വലിയൊരു സർവേ ഞങ്ങൾ നടത്തിയുണ്ടായി. 55 medical representatives have given the experience. 55 മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സ് അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. I gave the presentation to the national workshop of top marketing CEOs of pharmaceutical companies. ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ടോപ്പ് മാർക്കറ്റിംഗ് സിഇഒയ്ക്ക് ഞാൻ വർക്ക്ഷോപ്പ് നടത്തുകയുണ്ടായി. It was organized by Pharmaceutical Management Institute in Mumbai. വാസ്തവത്തിൽ ഫാർമസ്യൂട്ടിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ബോംബെയിലുള്ള ഒരു കേന്ദ്രവുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടു. In the last slide I showed the quote that the MR is saying, the medical representative is saying that we are sending 2 neurologists from Mumbai to Switzerland with company of 2 Tollywood heroines. We are sending 2 doctors, highly earning doctors, yes, because they are giving lot of business to company. Yes. We are sending them for the pleasure trip to Switzerland. 2 പ്രശസ്തരായ ഡോക്ടേഴ്സിനെ ഞങ്ങൾ അവർ ധാരാളമായ ബിസിനസ് ഞങ്ങൾ ചെയ്യുന്നത് കൊണ്ട് സ്വിറ്റ്സർലൻഡിലേക്ക് ഉല്ലാസയാത്രയ്ക്ക് അയക്കുന്നുവെന്ന് ആ കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ് പറഞ്ഞത് ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. And not only pleasure trip, along with 2 Tollywood heroines. ശ്രദ്ധിക്കുക,
പ്രശസ്തിപ്പ് സ്വിറ്റ്സർലൻഡിലേക്ക് മാത്രമല്ല ഹോളിവുഡിലെ 2 ഹീറോയിൻസിനെയുമാണ് ഈ ഡോക്ടർമാരുടെ കൂടെ ഞങ്ങൾ അയച്ചത്. ശ്രദ്ധിക്കുക, അധപ്പതനത്തിന്റെ രേഖ എവിടെ വരെ പോയി എന്ന്. And the title of the slide was, ആ സ്ലൈഡിന്റെ ടൈറ്റിൽ ഞാൻ ഇങ്ങനെ വെച്ചത്, For whom the bell tolls. ആർക്കു വേണ്ടി മരണമണി മുഴങ്ങുന്നു. The bell tolls for us. നമുക്ക് വേണ്ടി ഈ മരണമണി ഇന്ന് മുഴങ്ങുകയാണ്. Everybody was stunned, and I said, as a human being, you as a pharmaceutical industry and I as a medical person, where are we going? എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ ഔഷധ വ്യാപാരികൾ, ഞങ്ങൾ മെഡിക്കൽ പ്രാക്ടീസസ്, ഈ പോക്ക് എങ്ങോട്ട്, എവിടെ അവസാനിക്കും? They were very touched and they were really shattered. They knew everything, but getting it on the board was a shock. ഈ ഡോക്ടേഴ്സിനെല്ലാം ഇതറിയാം, അവരും ഇത് അനുഭവിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ ബോൾഡായിട്ട് പറഞ്ഞത് അവർക്ക് തന്നെ ഒരു ധൈര്യത്തിന് കാരണം. Unfortunately, everywhere I go, people are so frustrated and depressed. വാസ്തവത്തിൽ ഇതെല്ലാം കേട്ട് ജനവും അനുഭവിച്ച് ജനങ്ങളും മടുത്തിരിക്കുകയാണ്. They are into a rat race and full trapped everywhere. എല്ലാം ഒരു മൂഷിക ഓട്ടമല്ലേ, റാറ്റ് റേസ് അല്ലേ. And nobody has remained human being. ഈ എലിയോട്ടത്തിൽ മനുഷ്യന്റെ മാനവീയതയും മനുഷ്യത്വം നഷ്ടപ്പെടുകയാണ്, നിരാശനായി മാറുകയാണ്. Only you and me know that unless we give the first place to the God, നമുക്ക് വിശ്വാസികളായി നമുക്കറിയാം, മുഖ്യസ്ഥാനം പ്രാമുഖ്യ സ്ഥാനം യേശുവിനും ക്രിസ്തുവിനും കൊടുക്കുന്നത് വരെ ഇത് നമുക്ക് ഇങ്ങനെ we will never get strength to act courageously and morally. ധൈര്യത്തോടെ ഈ അധപ്പതനത്തിനും അകാധാർമികത്വത്തിനും എതിരായിട്ട് സംസാരിക്കുവാൻ നമ്മെ ശക്തരാക്കുന്നത് ക്രിസ്തുവും തൻ്റെ ശക്തിയും മാത്രമാണ്. And one more thing is I caution you. ഞാൻ മുന്നറിയിപ്പായിട്ട് പറഞ്ഞിട്ടുള്ളല്ലോ. Because now there is something called, you must have undergone the test also, the routine test. സാധാരണ കാണുന്ന കാര്യം റൊട്ടീൻ ടെസ്റ്റിനെ പറ്റി അറിയാമല്ലോ. The mall hospitals will declare, advertise, അത് ഭയങ്കരമായിട്ട് അഡ്വർടൈസ് ചെയ്യുന്നവര് that normally these routine tests will cost 12,000 rupees. സാധാരണ അവരുടെ റൊട്ടീൻ ടെസ്റ്റ് 12,000 രൂപയാണ്. And we are giving you only in 4,000 rupees. ഞങ്ങൾ അത് 4,000 രൂപയ്ക്ക് തരുന്നെന്ന് അഡ്വർടൈസ് ചെയ്യുന്നു. You will fall trap. ഇതൊരു വേറൊരു ട്രാപ്പാണ്. And what they do, ഈ വലയിൽ അവരെന്താ ചെയ്യുന്നത്? One neurosurgeon from a top city. ഒരു ന്യൂറോ സർജൻ, ഒരു പട്ടണത്തിലെ അദ്ദേഹം, he is a senior surgeon. He told me that he was in such corporate hospital, mall hospital, and routine test showed one small kidney stone. വാസ്തവത്തിൽ ഈ മോൾ ഹോസ്പിറ്റലിലെ കിഡ്നി സ്റ്റോൺ ചെറുതായിട്ടുണ്ടെന്ന് പറഞ്ഞു. He did not think it fit to even declare. അത് വാസ്തവത്തിൽ അതൊരു പ്രശ്നമായിട്ട് പോലും ആ ഡോക്ടർ കണ്ടില്ല. It was not an issue. അതൊരു ഇഷ്യൂ അല്ല. The young CEO of the corporate hospital, എന്നാൽ ആ കോർപ്പറേറ്റ് ഹോസ്പിറ്റലിലെ CEO came running to him and said, "Sir, you made a loss of 2 lakh rupees to the corporate hospital." CEO എന്ന് പറയാ, ഡോക്ടർ എന്നാ കാണിക്കുന്നേ, ഞങ്ങൾക്ക് 2 ലക്ഷം രൂപ നഷ്ടമായി, അത് ഓപ്പറേറ്റ് ചെയ്യേണ്ടിയിരുന്നു. There was a stone in the sonography. ആ സോണോഗ്രാഫിയിൽ ചെറിയൊരു പൊട്ടുണ്ടായിരുന്നു. You could have easily convinced the patient. വാസ്തവത്തിൽ ഡോക്ടർ ആ പേഷ്യന്റിനെ ഒന്ന് കൺവിൻസ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ചോദിച്ചു. Patient was rich and having insurance. ഇൻഷുറൻസ് കൊണ്ട് അദ്ദേഹം ധനികനുമാണ്. He would have definitely undergone surgery. സർജറി കിട്ടിയേനെ, 2 ലക്ഷം രൂപയും കിട്ടിയേനെ. He said, "Sorry, this is my last day in the corporate hospital." ഡോക്ടർ, ആ വിശ്വസ്തനായ ഡോക്ടർ എന്നാ പറഞ്ഞ, വേണ്ട നമസ്കാരം, ഇനിയും ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് റിസൈൻ ചെയ്തു പോയി. Beware that these routine tests are the trap. ഈ റൊട്ടീൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു വലയാ. We need to do some tests, but that per advice of your physician doctor. ഫിസിഷ്യൻ ഡോക്ടർ പറയുന്ന അത്യാവശ്യമായ ടെസ്റ്റുകൾ മാത്രം ചെയ്താൽ മതി. And not through all these mall hospitals, corporate hospitals invitation for routine tests. ഈ കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ റൊട്ടീൻ ടെസ്റ്റ് ഫ്രീ ആണ്, സബ്സിഡി ആണെന്നൊക്കെ പറയുന്നതിൽ ഒരു കാര്യവുമില്ല. Now one more problem in the systemic problem is there is a huge this is a receipt given to me by a chemist. ഒരു കെമിസ്റ്റ് തന്ന ചരിത്രം ഇത്. This is a price of the 10 tablets for anti-cancer drug. Anti-cancer drugന്റെ വില ഇതാണ്. The cost to the chemist is 1,050 rupees. 1,050 രൂപയാണ് മരുന്നിന്റെ വില. And the cost to the patient is 3,620 rupees. പേഷ്യന്റിനോട് ചാർജ് എത്താന്നറിയാം, 3,620 രൂപ. So there is a profit of 2,600 rupees. 2,600 രൂപയുടെ ലാഭം ഒരു മരുന്നിൽ per strip.
ഓരോ സ്ട്രിപ്പിന് ലാഭം. And that is for the patient who has spent 20 lakh rupees on the surgery for cancer. വാസ്തവത്തിൽ ക്യാൻസറിന് ശേഷം 20 ലക്ഷം രൂപ ക്യാൻസറിന് ചെലവാക്കിയ ഡോക്ടറുടെ പേഷ്യൻ്റാണ് സംഭവിച്ചത്. And why this large trade margin? ഇതാ അവസാനം ഒരു കരട് ഈ മരുന്നിൽ ഈ പൈസ എങ്ങനെ ഉണ്ടാക്കും? The chemist told me, sir, these 2600 rupees are not for me. വാസ്തവത്തിൽ ഈ 2600 രൂപ എനിക്കല്ല എന്ന് കെമിസ്റ്റ് പറഞ്ഞു. I have to give 2000 to the referring doctor. അത് റെഫർ ചെയ്ത അത് എഴുതിയ പ്രിസ്ക്രൈബ് ചെയ്ത ഡോക്ടർക്ക് കൊടുക്കണമെന്നുണ്ട്. Entire medical industry is based on this untransparent, horrible, ugly trade margin. സുതാര്യമല്ലാത്ത വിഷളത്വം നിറഞ്ഞ അധാർമികത നിറഞ്ഞ ഒരു വൈദ്യരംഗമാണ് നമ്മെ നിയന്ത്രിക്കുന്നത്. And the naked truth is that business is totally degenerated. നഗ്ന സത്യം എന്ന് പറയുന്നത് വൈദ്യരംഗം പാടെ അധപ്പതിച്ചിരിക്കുകയാണ്. Now that even doctors have become bonded laborers. വാസ്തവത്തിൽ ഡോക്ടേഴ്സും ബോണ്ടഡ് ലേബേഴ്സ് ആയിട്ട് മാറിയിരിക്കുകയാണ്. They have to recover high capitation cost and the fees for the medical education. Capitation fees കൊടുത്ത് തിരിച്ചു കിട്ടണം. The targets are given in the mall hospital, in the corporate hospital. Mall hospital ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. Specialists are compulsory made to give cut. സ്പെഷ്യലിസ്റ്റിന് ഹ്യൂജ് കട്ട് കിട്ടും. One young pathologist told me, ഒരു പത്തോളജിസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു, for 9 months he has not given any cut. ഒരു 9 മാസം ഒരു കട്ടും എനിക്ക് തന്നില്ല. Not a single patient was referred by any doctor to him. ഒരൊറ്റ പേഷ്യന്റും എനിക്ക് റെഫർ ചെയ്ത് കിട്ടിയില്ല. And there is a lot of frustration, guilt, anger among in doctors. ഡോക്ടേഴ്സിന്റെ മധ്യേ തന്നെ വലിയ നിരാശയും വിഷമവും ദുഃഖവുമാണ്. But nobody knows any answer to this question. എന്നാൽ ഇതിനൊന്നും ഒരു ഉത്തരം ആരുടെയും കയ്യിലില്ല. He is Dr. Gautam Mistry, a cardiologist from Kolkata. കൽക്കട്ടയിലെ ഡോക്ടർ ഗൗതം മിസ്ത്രി ഇത് പറയുന്നു. He told me that he was in the corporate hospital. താൻ ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലിലായിരുന്നു. If he sees 100 patients in the OPD, OPD-യിൽ 100 പേഷ്യൻസിനെ കാണുന്നു. only 15 patients require angioplasty. വാസ്തവത്തിൽ 15% ആൻജിയോപ്ലാസ്റ്റി മതി. If he goes according to books. ബുക്കുകളുടെ ശരിയായ ഡയഗ്നോസിസ് അനുസരിച്ച്. The corporate hospital management called him. കോർപ്പറേറ്റ് മാനേജ്മെന്റ് തന്നെ വിളിച്ചു പറഞ്ഞു, you must increase to 40%. 15% നിന്ന് 40% ആൻജിയോപ്ലാസ്റ്റി കൂട്ടണമെന്ന് പറഞ്ഞു. So he said, I was admitting 25% patient against my will for few years. എൻ്റെ മനസാക്ഷിക്ക് വിരോധമായിട്ടാണ് 30% പേഷ്യൻസിനെ ആൻജിയോപ്ലാസ്റ്റിക്ക് ഞാൻ അയച്ചത്. താൻ തന്നെ ഏറ്റുപറയുണ്ടായി. One time came that he could not bear that. ഒരു ദിവസം എനിക്ക് മതിയായി, ഇത് മടുത്തു എന്ന് താൻ. And he left it. താൻ റിസൈൻ ചെയ്തു പോയി. Now Dr. George Mathai, the fellow brother at Alibag. അലിബാഗിലെ എൻ്റെ സ്നേഹിതൻ ഡോക്ടർ ജോർജ് മത്തായി. Dr. George Mathai, he has given me the code that Arun, he says Doctors Association claim that every profession has some black sheep. വാസ്തവത്തിൽ ഡോക്ടർ ജോർജ് മത്തായി പറഞ്ഞത്, ഡോക്ടേഴ്സ് അസോസിയേഷൻ പറയുന്നത് എല്ലാ പ്രൊഫഷനിലും ബ്ലാക്ക് ഷീപ്പ് ഉണ്ടല്ലോ അല്ലേ. I feel that we now need a microscope to search for any white sheep. നല്ല ആടുകളെ, നല്ല നല്ല സത്യസന്ധരെ കാണാൻ ഇനിയിപ്പോൾ മൈക്രോസ്കോപ്പ് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞു. And patients are suffering. വാസ്തവത്തിൽ എല്ലാം കൊണ്ടും രോഗികൾ വിഷമിക്കുന്നു. 5.5 crore patients are pushed below poverty line. വാസ്തവത്തിൽ 5 കോടി ഇന്ത്യയിലെ രോഗികൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. But I have traveled across India. ഞാൻ ഇന്ത്യ മൊത്തം യാത്ര ചെയ്യും. I have seen the only obstacle between the greed and ethical practice അത്യാഗ്രഹികളുടെയും ധാർമ്മികതക്കാരുടെയും മധ്യേ ഞാൻ ചിലരെ മാത്രം കണ്ടിട്ടുണ്ട്. are the islands of Christian mission hospitals. അതെല്ലാം ക്രിസ്ത്യൻ മിഷണറി ആശുപത്രികളാണ്. They are the last fort to fall. വാസ്തവത്തിൽ നമുക്കെല്ലാവർക്കും ആശ്രയിക്കാൻ കഴിയാവുന്ന അന്ത്യസ്ഥലം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മിഷണറി ഹോസ്പിറ്റലുകളാണ്. In one hospital, but the situation is not so rosy. എന്നാൽ ഇന്ന് കാര്യങ്ങൾക്ക് വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ്. The senior management of Christian missionary hospitals have told me. ചില സീനിയർ മാനേജ്മെന്റ് ക്രിസ്ത്യൻ ഹോസ്പിറ്റലിന്റെ അടുത്ത് പറഞ്ഞു that nowadays we see a danger to our existence. ഞങ്ങളുടെ അസ്തിത്വത്തിൽ തന്നെ ഒരു അപകടം ഞങ്ങൾ മണക്കുന്നു എന്ന് പറഞ്ഞു. Because the middle class, എന്നാൽ മധ്യവർത്തികളായ ജനങ്ങൾ, they are being trapped by these corporate mall hospitals. കോർപ്പറേറ്റ് മോൾ ഹോസ്പിറ്റൽ അവരെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. Their entire principle of giving free care to poor
സാധാരണക്കാർക്ക് ദരിദ്രർക്ക് ഫ്രീ കൊടുക്കുന്നു എന്നുള്ള പേരിൽ the economical model was cross subsidy. ക്രോസ് സബ്സിഡി കൊടുത്ത് അവരെ ആകർഷിക്കുകയാണ്. But now where is the cross subsidy? The rich are not coming, the middle class is not coming to Christian Medical Mission. ശ്രദ്ധിക്കുക, മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ ഇന്ന് ധനികരാരും വരുന്നില്ല, മിഡിൽ ക്ലാസ്സും വരുന്നില്ല. And they are in real danger. അതുകൊണ്ട് ഞങ്ങൾക്ക് അസ്തിത്വം തന്നെ ഒരു പ്രശ്നമായി വന്നിരിക്കുകയാണ്. And few management people told me, ചില മാനേജ്മെന്റിന്റെ അടുത്ത് പറഞ്ഞു, that even the new youngsters are not that motivated by spiritual urge to serve. ആ നിർഭാഗ്യവശാൽ ആത്മീയമായ ലക്ഷ്യമോ ഒരു ദർശനമോ ഇല്ലാതെയും ഈ ഹോസ്പിറ്റലുകൾ അതപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. The chief surgeon, the chief physician at Dimapur Christian Mission Hospital. ദിമാപൂരിലെ ക്രിസ്ത്യൻ മിഷൻ ഹോസ്പിറ്റലിലെ ചീഫ് I went there. ഞാൻ അവിടെ പോയി. He is earning only 40,000 rupees per month. ഒരു അദ്ദേഹത്തിന് ഒരു മാസം 40,000 രൂപ വരെ ഉള്ളൂ. Such people are spiritually inspired to serve. എന്നാൽ ആത്മീയമായി അവർ വലിയ തീക്ഷ്ണതയുള്ളവരാണ്. That is the strength of Christian Mission Hospital. അവർ അതുകൊണ്ടാണ് ക്രിസ്ത്യൻ ഹോസ്പിറ്റൽ അവർ But they തുടരുന്നത്. are not getting many people like that as they were getting few years back. എന്നാൽ ചില വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ക്രിസ്തീയ മനോഭാവമുള്ള സേവന മനസ്സുള്ള മിഷണന്മാരെ ഇപ്പോൾ മിഷണന്മാരെ ഡോക്ടേഴ്സിനെ കിട്ടാൻ വലിയ പ്രയാസമാണ്. Unfortunately, Christian population is also succumbing to the material world. നിർഭാഗ്യവശാൽ പല ക്രിസ്ത്യാനികളായ ഡോക്ടേഴ്സ് പോലും പണത്തിന്റെ പിന്നാലെ പോകുന്ന ഒരു There is a great need of revival in Christian Mission Hospital spirit. There is a great need of revival in Christian societies to run these Christian Mission Hospitals. അതുകൊണ്ട് ക്രിസ്ത്യൻ ഹോസ്പിറ്റലിനോട് പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ഇവരെ എങ്ങനെ സമുദ്ധരിക്കാൻ കഴിയും, ഇവരെയൊക്കെ ജീവിക്കാനുള്ള ശമ്പളം അവർക്ക് കിട്ടണമല്ലോ, ആ രീതിയിൽ കാര്യങ്ങൾ നാം ചിന്തിക്കേണ്ടതായിട്ടുമുണ്ട്. Because they are as Christ tells, ക്രിസ്തു പറയുന്നത് പോലെ, you are the salt of this degenerating world. നീ ഈ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിലെ ഉപ്പാണ് നീ. It is our mandate to be the salt. വാസ്തവത്തിൽ ഈ സമൂഹത്തിന്റെ ഉപ്പായി നിൽക്കേണ്ടത് നമ്മുടെ ദൈവത്തിന്റെ കൽപ്പന തന്നെയാണ്. It is our call to be that salt. അങ്ങനെ ആകണമെന്നുള്ളത് ദൈവത്തിന്റെ വിളിയാണ്. Unless we start reviving that spirit, ഈ ആത്മാവിൽ നാം ഇങ്ങനെ ഒരു ഉദ്ധാരണം സംഭവിച്ചില്ല, there is a danger that we will also become swallowed by all this tsunami. ഈ പണത്തിനോടുള്ള ആർദ്രത ആ സുനാമിയിൽ നാമും വീണുപോകാൻ ഇടയുണ്ടാകും. And it has happened in the Western world. ഇതൊരു വല്ലാത്ത സമൂഹമല്ലേ? The official nominal reason is Christianity. Religion is Christianity. The official nominal religion of West is Christian. പാശ്ചാത്യ ലോകത്തെ ഒഫീഷ്യൽ റിലിജിയൻ ക്രിസ്ത്യാനിറ്റി. But there are no believer Christians. എന്നാൽ അവിടെ ബിലീവേഴ്സ് ഇല്ല The എന്നുള്ള nominal have joined the material world. വാസ്തവത്തിൽ നാമധേയക്കാരായ അവർ ക്രിസ്ത്യാനികൾ ഈ ഭൗതികമായ മെറ്റീരിയൽ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്നിരിക്കുകയാണ്. For example, National Health Service in Britain. ബ്രിട്ടനിലെ നാഷണൽ ഹെൽത്ത് സർവീസ് It was based on the Christian principle. ക്രിസ്ത്യൻ പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനമായിരുന്നു സ്ഥാപിക്കപ്പെട്ടത്. But now I have visited the National Health Service hospital. ഞാനവിടെ പോയിട്ടുണ്ട്. My friend was telling me, he is a Hindu friend of mine. He was telling me that, look Arun, nowadays there is no social support to National Health Service. നാഷണൽ ഹെൽത്ത് സർവീസിന് ഇപ്പോൾ സോഷ്യൽ സപ്പോർട്ട് ഇല്ല എന്ന് ഒരു ഹിന്ദു സ്നേഹിതനായ ഡോക്ടറിനോട് പറഞ്ഞു. Because the basic moral of any National Health Service, നാഷണൽ ഫ്രീ ഹെൽത്ത് സർവീസിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഗവൺമെന്റിൽ നിന്ന് മറ്റൊന്നിനുള്ള സഹായമാണ്, സാമ്പത്തിക സഹായമാണ്. that is a Christian moral. അതൊരു ക്രിസ്ത്യൻ മോഡലാണ്. There is a Christian empathy for the poor and downtrodden. ദരിദ്രരായാലും സഹായമില്ലാത്തവരെ സഹായിക്കുക എന്നുള്ളത് ക്രിസ്ത്യൻ മോറൽ പ്രിൻസിപ്പിളാണ്. Because of that, people pay tax. അതുകൊണ്ട് ജനം ടാക്സ് കൊടുക്കുന്നു. So that the downtrodden and the person on the street will get free medical treatment. ആ ടാക്സ് മുഖാന്തരമാണ് ദരിദ്രരായ സാധാരണക്കാർക്ക് സേവനം ലഭിക്കുന്നത്. But if there is no Christian spirit behind it, എന്നാൽ ഇതിന്റെ പിന്നിൽ ക്രൈസ്തവമായ ഒരു സേവന മനസ്സില്ല എങ്കിൽ, and postmodernism and relativism and materialism is engulfing and swallowing you, പോസ്റ്റ് മോഡേണിസവും മെറ്റീരിയലിസവും ന്യൂ ഏജും എല്ലാം കൂടെ നമ്മുടെ ഇടയിലേക്കും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. the mumbling will start. The bumbling will start. മർമർ ആപ്പാടെ നമ്മളും വിലപിക്കാൻ തുടങ്ങും. Why shall I give tax for that poor person on the street? ഞാനും ചോദിക്കാൻ തുടങ്ങിയും ഈ തെരുവിലെ പാവപ്പെട്ടവന് വേണ്ടി ഞാൻ ഇതിനാ ടാക്സ് കൊടുക്കുന്നതെന്ന്. So we are not immune from greed. ഈ അത്യാഗ്രഹത്തിന് നാമും അപവാദമല്ല. And now the tsunami of corporatization of healthcare is coming across world. ഇതാ കോർപ്പറേറ്റ് സുനാമി ഈ മേഖലയിൽ അതിഭീകരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. The greed is now tsunami. ഇതൊരു സുനാമി ആയിട്ട് മാറുകയാണ്. Because
billions of dollars are poured in everywhere across world in healthcare. കാരണം ഈ ഹെൽത്ത് കെയറിൽ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് കോർപ്പറേറ്റ് രാക്ഷസന്മാര് മുതൽ മുടക്കുന്നത്. And the basic pathology is private investor will place a return on their investment before the welfare of the people. ഇതിന്റെ പിന്നിലെ സാമ്പത്തിക ശാസ്ത്രം എന്താണ്? മുതൽ മുടക്കുന്നവന് കാതലായ റിട്ടേൺ ഉണ്ടാവണം. So in effect, we are no more human being വാസ്തവത്തിൽ നമ്മൾ മനുഷ്യർ തന്നെയാണോ in എന്നുള്ളതാണ്. the eyes of corporate hospital. കോർപ്പറേറ്റ് ഹോസ്പിറ്റലിന് മുമ്പാകെ നാം നിസ്സഹായരായി We നിൽക്കുകയാണ്. have become a commodity. നാം ഒരു ചരക്ക് വിൽപ്പന ചരക്കായിട്ട് മാറുകയാണ്. Our eye has become commodity. നമ്മളെല്ലാം നമ്മുടെ ഈ അവയവങ്ങളെല്ലാം ഒരു കമ്മോഡിറ്റി ആയിട്ട് മാറുകയാണ്. In the postmodern relative world, we have lost the spirit. ഈ പോസ്റ്റ് മോഡേൺ റിലേറ്റീവ് വേൾഡില് യാഥാർത്ഥ്യമായിട്ടൊന്നും കാണുന്നില്ല. We are only the forces, we are only the products of chance, matter and ചാൻസിന്റെയും മാറ്ററിന്റെയും പ്രോഡക്റ്റ് ആയിട്ട് നാം മാറുകയാണ്. so there is no counter force for any greed and selfishness. ഈ അരക്ഷിതാവസ്ഥയ്ക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരു ശക്തി നമുക്ക് മുന്നിൽ കാണാൻ കഴിയുന്നില്ല. So that now we are running into market disaster. മാർക്കറ്റ് ഡൈജസ്റ്റിലേക്ക് നമുക്ക് നീങ്ങുക. Because Kenneth Arrow, he was a Nobel Prize winner economist. മാർക്കറ്റ് ഒരു വലിയ ഡിസാസ്റ്ററിലേക്ക് നീങ്ങുകയാണ്. He has told that if you put the healthcare in the market, ഹെൽത്ത് കെയറിലെ കമ്മ്യൂണിറ്റി ആയിട്ട് കമ്മോഡിറ്റി ആയിട്ട് ഇട്ടാൽ it is going to fail. അത് അവസാനം പരാജയപ്പെടും. Because doctor decides the market for you. ഡോക്ടറാണ് നിശ്ചയിക്കുന്നത് നിന്റെ മാർക്കറ്റിൽ നിന്റെ വിറ്റുവരവുകൾ. If you don't have money, you may not buy a car. നീ കാർ വാങ്ങിക്കത്തില്ല. Nobody forces you to buy the car. ഒരു കാർ വാങ്ങിക്കാൻ നിന്നോട് പറയുന്നില്ല ആരും. But doctors can force you to go to angioplasty. എന്നാൽ ഡോക്ടർക്ക് നിർബന്ധിക്കാൻ കഴിയും ആൻജിയോപ്ലാസ്റ്റിക്ക് പോകാൻ വേണ്ടി. So in market, in economic sense, only that commodity exists. എന്നാൽ ഇക്കണോമിക് സെൻസിൽ ഒരു വസ്തു ഒരു കമ്മോഡിറ്റി എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ where the customer is the king. കസ്റ്റമർ ആണ് രാജാവ്. Here customer is not the king. ഇവിടെ ഉപഭോഗം ചെയ്യുന്ന ആളല്ല കിങ്. Doctor decides treatment, operation, procedure for you. രോഗി ഡോക്ടർ ബന്ധത്തിൽ ഡോക്ടറാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. Doctors write medicine to you. ഡോക്ടർ നിങ്ങൾക്ക് മെഡിസിൻ എഴുതുന്നു. And that's why the healthcare requires a social pressure. അതുകൊണ്ടാണ് ഹെൽത്ത് കെയർ ആരോഗ്യ രംഗത്ത് സാമൂഹ്യമായ ഒരു നിയന്ത്രണം ആവശ്യമായത്. And that's why now across world and especially in India, especially in Kerala, because I have a lot of friends in Kerala. കേരളത്തിലെ ഒത്തിരി ഫ്രണ്ട്സ് എനിക്കുണ്ട്. They are saying that Kerala people are now totally mesmerized. വാസ്തവത്തിൽ കേരളത്തിലെ ജനങ്ങൾ മൊത്തം മെസ്മറൈസ്ഡ് by corporate mall hospital. കോർപ്പറേറ്റ് മോൾ ഹോസ്പിറ്റലിന്റെ പിടിയിൽ അവർ അമർന്നിരിക്കുകയാണ്. They are encroaching into it. അവരുടെ ജീവിതത്തിൽ കടന്നു വരികയാണ്. And the public health system, which is very good functional, കേരളത്തിലെ പബ്ലിക് സിസ്റ്റം വളരെ is now getting sidelined. അത് സൈഡ് ലൈൻ ആക്കിയിരിക്കുകയാണ്. This is a danger. അത് അപകടകരമാണ് പ്രിയപ്പെട്ടവരെ. Because I tell you, this Indian market is like that who has no money will not get any treatment. പ്രിയപ്പെട്ടവരെ, നിർഭാഗ്യവശാൽ പണമില്ലാത്ത ദരിദ്രരായ രോഗികൾക്ക് ഇവിടെ ഒരു സഹായം കിട്ടാത്ത ദുസ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. For example, the tribal Adivasi woman, ആദിവാസി സ്ത്രീകൾക്ക് she dies because she cannot access cesarean section. സിസേറിയൻ സെക്ഷൻ പ്രാപ്യമല്ലാത്തതുകൊണ്ട് മരിച്ചു പോകുന്നു. But in Kochi, in Pune, in കൊച്ചിയിലും പൂനെയിലും മുംബൈയിലും because we have more money, പണമുള്ളത് കൊണ്ട് we have more operations, കൂടുതൽ ഓപ്പറേഷൻസ് we നടക്കുന്നു. have more Caesar. രോഗം The percentage of city Caesar is nearly 70-80%. 80% വരെയാണ് സിസേറിയൻ നടക്കുന്നത്. When World Health Organization says വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നു the optimum figure for cesarean is 20%. 20% മതി സിസേറിയൻ. Because we have more money, പണമുള്ളത് കൊണ്ട് we have more operations. കൂടുതൽ സിസേറിയൻ ഓപ്പറേഷൻ So നടക്കുന്നു. beware. സൂക്ഷിക്കുക. It is our stand as a community, as a Christian community. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്നുള്ള നിലയിൽ We should not ghettoize ourselves ഈ കാര്യങ്ങളിൽ നാം ശരിയായ സൂക്ഷ്മത പാലിക്കണം. in our own cocoon.
നമ്മുടെ തന്നെ ചെറിയ ആ കുക്കൂണിൽ നമ്മുടെ മുറിയിൽ തന്നെ നാം ഒതുങ്ങരുത്. നമ്മുടെ വയലിൽ ഒതുങ്ങരുത്. It is our also moral responsibility നമ്മുടെ ധാർമ്മികമായ കടപ്പാടും ഉത്തരവാദിത്വമാണ് to fight for the poor and vulnerable. ദരിദ്രർക്ക് നിസ്സഹായരുടെ പേരിൽ അവർക്ക് വേണ്ടി നാം വാദിക്കുകയും അവരെ സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യണം. We have to raise the voice against this evil. ശബ്ദിക്കുവാൻ കഴിയാത്തവർക്ക് വേണ്ടി നാം ശബ്ദമായി മാറണം. And that's why now we have come across world at crossroad. ആ കാര്യമാണ് എനിക്ക് ലോകമൊത്തം പറയുവാനുള്ളത്. ഇതാണ് അക്രോസ് ദ വേൾഡ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. Dr. Paul Farmer, co-founder of Partners in Health, he is a Harvard chair. നാം ഇന്നൊരു നാൽക്കവലയിൽ എത്തിയിരിക്കുകയാണ്. ഡോക്ടർ പോൾ ഫാർമർ, co-founder partner ഹെൽത്ത് ഗ്ലോബൽ ഹെൽത്ത് ഹാർവാർഡിൽ അദ്ദേഹം പറയുന്നു. He is a secular public health expert. നാം ഇന്നൊരു നാൽക്കവലയിൽ എത്തിയിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. But he is also saying, ഇദ്ദേഹം പറയുന്നു, now we are at crossroads. ഇന്ന് നാം ഒരു നാൽക്കവലയിൽ എത്തിയിരിക്കുകയാണ്. Healthcare can be considered as commodity to be sold. വാസ്തവത്തിൽ വിൽപ്പനച്ചരക്കായി ആരോഗ്യ സംരക്ഷണത്തെ നാം മാറ്റിയിരിക്കുന്നു. Or it can be considered as basal social crisis. അല്ലെങ്കിൽ അടിസ്ഥാനപരമായി സാമൂഹ്യ കടപ്പാടായിട്ട് അത് മാറണം. It cannot be comfortably both at same time. രണ്ടായിട്ട് പോകാനൊക്കത്തില്ല. ഏതെങ്കിലും ഒന്നുകിൽ വിൽപ്പനച്ചരക്ക് അല്ലെങ്കിൽ സഹായഹസ്തം. We as a Christian, നമ്മൾ ക്രിസ്ത്യാനികളായവർ, we know that healthcare cannot be a commodity. ഹെൽത്ത് കെയർ, ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്നത് ഒരു വിൽപ്പന ചരക്കാകാൻ പാടില്ല. Glorious history of medical missions in Christianity. മെഡിക്കൽ മിഷൻസ് ക്രൈസ്തവർ നടത്തിയ അഭൂതപൂർവമായ ക്രൈസ്തവ ചരിത്രം, testimony to it. അത് അതിന് വലിയൊരു സാക്ഷ്യമാണ്. Even today the last fault is Christian Mission Hospital. ഇന്നും മനുഷ്യൻ അവസാനമായി ആഗ്രഹിക്കുന്നത് ക്രിസ്ത്യൻ ഹോസ്പിറ്റലിന്റെ സഹായമാണ്. But it should also percolate in social awakening. Politicians also ഈ സോഷ്യൽ സാമൂഹികമായ പരിവർത്തനത്തെ പറ്റി സംസാരിക്കുന്നുണ്ട്. It is our moral obligation to fight evil in medical malpractice. മെഡിക്കൽ മിഷൻ നടക്കുന്ന ഈ അസാൻമാർഗ്ഗത്തിനെതിരായിട്ട് നാം ശബ്ദം ഉയർത്തിയേ മതിയാവും. And we are fighting after my book came out. എൻ്റെ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചതിന് ശേഷം 200 doctors from across India joined me. 200-ലധികം ഡോക്ടേഴ്സ് ഇദ്ദേഹത്തോട് കൂടെ ചേർന്നു. And we have started an alliance of doctors for ethical healthcare. Ethical healthcare എന്നുള്ള പേരിൽ ഒരു അലയൻസ് സ്ഥാപിച്ചു കഴിഞ്ഞു. Tomorrow I will be speaking to the medical college in Kozhikode. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഞാൻ ഈ വിഷയം സംസാരിക്കാൻ പോകുന്നു. Along with co-founders of Alliance of അലയൻസിന്റെ 4 കൂട്ട് ഡോക്ടേഴ്സും വരുന്നുണ്ട്. And day after tomorrow I will be speaking to the doctors in Trivandrum. ട്രിവാൻഡ്രത്തെ അതിനുശേഷം ട്രിവാൻഡ്രത്തെ ഡോക്ടേഴ്സ് സംസാരിക്കും. We are trying to build a voice from within the fraternity. ഈ ഫ്രറ്റേണിറ്റിയിൽ തന്നെയുള്ള ഡോക്ടേഴ്സ് തന്നെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി ശക്തിയായി നിൽക്കുവാൻ ആഹ്വാനം ചെയ്യുകയാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. And our aim is to bring universal health care in India. യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ, ലോകപരമായ അതിമനോഹരമായ ഹെൽത്ത് കെയർ, എത്തിക്കൽ ഹെൽത്ത് കെയർ ഭാരതത്തിൽ കൊണ്ടുവരുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. We want to convert the health care from the commodity into social right, and I may say as a Christian, spiritual right. വാസ്തവത്തിൽ ഒരു ക്രിസ്ത്യാനിയുടെ നിലയിൽ ഈ കമ്പോളവൽക്കരണം നടന്ന ഈ വൈദിക രംഗം ഒരു വിൽപ്പന ചരക്കായിട്ടല്ല, സാമൂഹിക സേവനമായിട്ട്, ആത്മീയ ശുശ്രൂഷയായിട്ട്, ഒരു മിഷനായിട്ട് വീണ്ടെടുക്കുമെന്നുള്ള അത്യധികമായ ആഗ്രഹത്തിലാണ് ഞാൻ ഇതിൽ ഇടപെടുന്നത്. Now I receive the last slide. അവസാനത്തിൽ ഞാൻ വാക്ക് തീർക്കുകയാണ്. And that is what relates to all of us. ഇതാണ് നമുക്കെല്ലാം നാമെല്ലാം There is a quote of Mother Teresa. മദർ തെരേസ പറഞ്ഞു, at the end of our life we will not be judged by how much money we have made. മദർ തെരേസ പറഞ്ഞു, ശ്രദ്ധിക്കുക, അവസാനം നമ്മുടെ ജീവിതത്തെ നാം അളന്ന് നോക്കുമ്പോൾ നാം എത്ര സ്വരൂപിച്ചു എന്നുള്ളതല്ല, or what we have achieved, നാം എന്തെല്ലാം നേടി എന്നുള്ളതല്ല, but we will be judged by, എന്നാൽ ഒരു കാര്യം നമ്മെ ന്യായം വിധിക്കും. when I was hungry you fed me, ഞാൻ വിശന്നപ്പോൾ നീ എനിക്ക് ആഹാരം തന്നു, when I was naked you clothed me, ഞാൻ നഗ്നനായപ്പോൾ നിങ്ങൾ എനിക്ക് ഉടുപ്പ് തന്നു. I added to her lines. വാസ്തവത്തിൽ ഈ വാക്കുകൾ ഞാൻ വായിച്ചത്, when I was suffering you treated me, ഞാൻ ദുഃഖിച്ചപ്പോൾ നിങ്ങൾ എനിക്ക് എന്നെ ട്രീറ്റ് ചെയ്തു. As a doctor I can say you, I am privileged by God by this gift to be a doctor. ഞാൻ വേദന സഹിച്ചപ്പോൾ സഹായം നൽകുവാൻ എനിക്ക് കഴിയുന്നത് ദൈവം എനിക്ക് നൽകിയ ദാനമായിരുന്ന ഡോക്ടർ എന്ന് പറഞ്ഞ വൈദ്യ ശുശ്രൂഷയാണ്. When I was practicing in the rural area, ഞാൻ റൂറൽ ഏരിയയിൽ പ്രാക്ടീസ് ചെയ്തപ്പോൾ, when I had operated cesarean on the person whose hemoglobin was just 6. 6 മാത്രം % ആയിരുന്ന ഹിമോഗ്ലോബിൻ ഉള്ളപ്പോൾ ഞാൻ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. And her uterus was ruptured. ഈ യൂട്രസ് റപ്ചറായി. Had I not operated then, എന്നാൽ അന്നേരം ഞാൻ ഓപ്പറേറ്റ് ചെയ്തില്ലായിരുന്നു, and I had shifted to Nashik,
ആ സിസ്റ്ററിനെ നാസിക്കിലേക്ക് കൊണ്ടുവിട്ടിരുന്നു. She would not have reached alive to Nashik. അവിടെ ഒരു എത്തത്തില്ലായിരുന്നു. She would have died in between. അതിന്റെ ഇടയ്ക്ക് മരിച്ചുപോയനെ. By God's grace, I operated on her. അവിടെ പ്രാർത്ഥനയോടെ ഞാൻ ഓപ്പറേറ്റ് ചെയ്തു. And when she went alive with a smile on her face, ചിരിച്ചുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോയപ്പോൾ, with a infant her hand, ആ ചെറിയ പൈതലുമായിട്ട്, I mean the joy which I got, എനിക്ക് കിട്ടിയ സന്തോഷം by the grace of God, ദൈവത്തിന്റെ കൃപയാൽ, it surpasses all money, all achievement. എല്ലാ പണത്തിനും എല്ലാ സഹായത്തിനും അതീതമായിരുന്നു. I want to rekindle. വാസ്തവത്തിൽ ഈ അഗ്നി ആളിക്കത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. I am telling doctors whom I meet, ഞാൻ കാണുന്ന ഏത് ഡോക്ടറോടും, why you are degraded so much? എന്താണ് നീ ഇത്ര അധപ്പതിച്ചതെന്ന് ഞാൻ ചോദിക്കുക. Wake up. എഴുന്നേൽക്കുക. As a human being you will get the highest quality joy. വാസ്തവത്തിൽ നീ ധാർമ്മികതയോടുകൂടി എത്തിക്കലായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നിനക്ക് സന്തോഷം ലഭിക്കും. So it is a responsibility of I know that for a secular person who is not loving God but man, this is difficult. എന്നാൽ പണത്തെയും മനുഷ്യനെയും സ്നേഹിക്കുന്ന സെക്യുലർ ഡോക്ടർക്ക് അത് സാധ്യമല്ലെന്ന് എനിക്കറിയാം. Yes, but also God has given general conscience. എന്നാൽ ചിലർക്ക് മനസാക്ഷിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. General light. ജനറൽ ആയിട്ടുണ്ട്. As a conscience. അങ്ങനെ അവരുടെ മനസാക്ഷി. My only job is to rekindle that first. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മനസാക്ഷിയെ നിങ്ങൾ ഒന്ന് കത്തിച്ചാൽ മതി. But here there are many influential leaders from the Christian community. എന്നാൽ ക്രിസ്തീയ സമൂഹത്തിൽ ഇതുപോലുള്ള വ്യത്യസ്തരായ ദൈവം കഴിവുള്ള ധാരാളം ഡോക്ടേഴ്സ് ഉണ്ട്. Please start entering into healthcare. നിങ്ങൾ ഹെൽത്ത് കെയർ സിസ്റ്റത്തിലേക്ക് കടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. Multitude of humanity is need. വാസ്തവത്തിൽ ഒരു വലിയ ജനസഞ്ചയമാണ് ആവശ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. It is our call to support a dying person, to support a suffering person. So just like CMC Vellore is an island, we can start, if we want, a small unit. രോഗികളെ ശുശ്രൂഷിക്കേണ്ട വലിയ കടമ നമുക്കുണ്ട്. എന്നാൽ ചെറിയ രീതിയിൽ ആരംഭിച്ച CMC വെല്ലുവിനെ പോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഭാരതത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ ആതുരാലയങ്ങൾ സ്ഥാപിക്കുവാൻ കഴിയും. And if Christian community does not come out with Christian hospitals, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ക്രിസ്ത്യൻ ഹോസ്പിറ്റലുമായിട്ട് മുന്നോട്ട് വരുന്നില്ല എങ്കിൽ, the Christian children will have to join Mal Corporate Hospital. ക്രിസ്ത്യാനിറ്റിയും മാൾ ഹോസ്പിറ്റലിലേക്ക് നീങ്ങും. And they are tempted by greed and power. അവരുടെ അത്യാഗ്രഹത്തിന്റെ പിന്നിൽ നാമും വീഴും. So it's a call as a society to all of us. പ്രിയപ്പെട്ടവരെ, ഇന്ന് വൈകിട്ട് നമുക്ക് as a Christian community to all of us. ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയോടുള്ള വിളി ഇതാണ്. Please take this degeneration seriously. ഈ അധപതനത്തിന് അറുതി വരുത്തിക്കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാം. Our most important weapon is prayer. പ്രാർത്ഥനയാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തമായ ആയുധം. Please pray for all of us. ഞങ്ങളെ വൈദ്യ രംഗത്ത് വേണ്ടി, വൈദ്യ ശുശ്രൂഷകർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. Thank you very much. ദൈവം നിങ്ങളെ സഹായിക്കും.